കൂട്ടുകാരെ LGS നേടണ്ടേ? നമുക്ക് വാശിക്ക് പഠിക്കാം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ LGS ബ്ലൂ പ്രിന്റ് ചലഞ്ചിന്റെ 2ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ്. സ്കൂൾ പാഠപുസ്തകത്തിലെ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ, വേറെ വലിച്ചു വാരി ഒന്നുമില്ല. അപ്പൊ 1ാം ദിവസമായി ഇന്നലെ നമ്മൾ പഠിച്ച എന്താ? സ്കൂൾ പാഠപുസ്തകത്തിലെ മഹാത്മാഗാന്ധിജിയും സമരങ്ങളും അതുപോലെ തന്നെ രാജാ റാം മോഹൻ റോയ്, അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, ഇന്നലെ നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു, ആ വീഡിയോ പൂർണ്ണമായും കാണുക, പഠിക്കുക. 2ാം ദിവസത്തിലേക്ക് വരിക. 5 ദിവസം നമ്മൾ കൃത്യമായി പഠിക്കും. 6ാം ദിവസമാണ് നമ്മുടെ പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ PDF നോട്ട്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. വാട്സ്ആപ്പ്, ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പരീക്ഷ നടക്കുന്നത് എൻട്രി ആപ്പിലായിരിക്കും. അതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നിങ്ങൾക്ക് ഇത് പഠിച്ച് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം അല്ലെ. അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ അവകാശങ്ങൾ, കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ പോയിന്റുകളാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് മൊത്തം നമ്മൾ പഠിച്ചു തീർക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ കൂട്ടുകാരെ? യെസ്, തുടങ്ങാം. ഇന്നലെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? പഠിക്കണം കേട്ടോ. നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം. നമുക്ക് ജോലി നേടണം. അതിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കണം. കൺസിസ്റ്റൻസി ഉണ്ടാവണം. അതായത് നമുക്ക് പഠനത്തിൽ ഒരു കൃത്യമായിട്ടുള്ള തുടർച്ച ഉണ്ടാവണം. അല്ലാതെ പാതി വഴിക്ക് പഠനം നിർത്തി പിന്നെയും തുടങ്ങി പിന്നെ അവസാനിപ്പിച്ച് അങ്ങനെ അല്ല പോകേണ്ടത്. നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് തുടർച്ചയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ 2ാം ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നു ഇന്ത്യൻ ഭരണഘടനയും മൗലിക കർത്തവ്യങ്ങൾ, മൗലിക അവകാശങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമുണ്ടല്ലോ, ആ ആമുഖത്തിൽ നമ്മുടെ ഭാരതത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പരാമർശിക്കുന്നത്. ഇത് എപ്പോഴും തെറ്റിച്ച് PSC ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ട് ഇങ്ങനെ തെറ്റിച്ചിട്ട് ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മനഃപ്പാഠമാക്കി വെക്കുക. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ സ്ഥിതി സമത്വവും മതേതരത്വവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതെങ്ങനെയാ കൂട്ടിച്ചേർക്കപ്പെട്ടെ? 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ സ്ഥിതി സമത്വ, മതേതരത്വം എന്നിവ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പൊ ചോദിക്കുകയാണ്, 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പുതുതായിട്ട് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ വാക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്തൊക്കെയാണ്? സ്ഥിതി സമത്വവും മതേതരത്വമാണ്. അപ്പൊ 1976 മുൻപ് ആമുഖത്തിൽ ഉണ്ടായിരുന്ന വാക്കുകൾ ഏതൊക്കെയാ? പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 76 ശേഷം എന്തായി? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നായി. ഓക്കെ, ഇനി അടുത്തത് 1976 തന്നെ അതേ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. അപ്പൊ ആമുഖത്തിൽ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി എന്നും പാഠപുസ്തകത്തിന്റെ തുടക്കം തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ആരാന്നറിയോ? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇനി നമുക്ക് നേരെ മൗലികാവകാശങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ ഭരണഘടനയില് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം 3 മറക്കണ്ട. ഇന്ത്യൻ ഭരണഘടനയില് ഭാഗം 3 മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകേണ്ട അവകാശങ്ങളെ കുറിച്ച് പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. എന്താ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രത്യേകത എന്നറിയോ? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കാൻ അടിസ്ഥാനമാക്കിയ കാര്യങ്ങളിൽ ഒന്നാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും. അപ്പൊ ഈ 2ന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയില് മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത്. അപ്പൊ ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകേണ്ട അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടാണ് നമ്മുടെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് 1928 എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടുന്ന എപ്പോഴും ചോദിക്കാറുണ്ട്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ നമ്മൾ കടം കണ്ടിട്ടുള്ളത് കേട്ടോ. യെസ്, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എത്രയാണ് നമ്മൾ പറഞ്ഞു? എത്രയുണ്ട്? 6 മൗലിക അവകാശങ്ങളാണ്. അപ്പൊ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന എത്രാമത്തെ ഭാഗത്താ? 3ാമത്തെ ഭാഗത്താണ് പറയുന്നത്. സോ ആർട്ടിക്കിൾ നമ്മൾ ഇനി ഓരോന്നും നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോവാണ്. മൗലിക അവകാശങ്ങൾ മൊത്തം എത്ര ഉണ്ട്? ഇപ്പോ
6 മൗലിക അവകാശങ്ങളുണ്ട്. ആ 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഇനി ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നിങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് നിലവിൽ ഭരണഘടനയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഇവിടെ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് പരാമർശിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ് പറയുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെ പറയുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം 29 മുതൽ 30 വരെയാണ്. ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള പ്രതിവിധിക്കുള്ള അവകാശം അത് 32 മുതൽ 35 വരെയാണ്. അപ്പൊ ഒന്നുകൂടെ പഠിച്ചേ, ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ എത്രണ്ണം ഉണ്ട്? 6 ഉണ്ട്. ഭരണഘടനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമേതാ? 3ാമത്തെ ഭാഗമാണ്. ആർട്ടിക്കിൾ 12 മുതൽ 36 വരെ പരാമർശിക്കുന്നത് മൗലികാവകാശങ്ങളെ കുറിച്ചാണ്. 6 മൗലികാവകാശങ്ങളുണ്ട്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം തേടാനുള്ള അവകാശം. പഠിച്ചല്ലോ. ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിളിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എന്താ? സമത്വത്തിനുള്ള അവകാശം. അപ്പൊ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. അപ്പൊ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 14 മുതൽ 18 വരെയാണ്. ആ ഓരോ നമുക്ക് നോക്കാം. 14ാമത്തിൽ എന്താ പറയുന്നത്? അനുച്ഛേദം 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കലാണ്. എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14ലാണ്. 15 പറയുന്നത് ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുകയാണ്. അങ്ങനെ ഒരു വിവേചനം പാടില്ല. അത്തരത്തിൽ വിവേചനം ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. അപ്പൊ അത്തരത്തിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15ലാണ്. അപ്പൊ 14 എന്താ? നിയമത്തിന് മുമ്പിൽ സമത്വം ഉറപ്പാക്കൽ. 16 എന്താ? 15 എന്താ? ജാതി, മത, ലിംഗം അതുപോലെ ജനനസ്ഥലം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. അതുപോലെ തന്നെ വിവേചനം നിരോധിക്കൽ. 16 പറയുന്നത് എന്താ? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. 16ാമത്തിൽ പറയുന്നത് അവസര സമത്വമാണ്. അടുത്ത 17 പറയുന്നത് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. തൊട്ടുകൂടായ്മ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17. 18 എന്താ പറയുന്നത്? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശങ്ങൾ പറയുന്നത്. അപ്പൊ 1ാമത്തെ മൗലിക അവകാശം സമത്വത്തിനുള്ള അവകാശം, അനുച്ഛേദം 14 മുതൽ 18 വരെ. 14 പറയുന്നത് എന്താ? നിയമത്തിന് മുമ്പിൽ സമത്വം ഉറപ്പാക്കൽ. 15 പറയുന്നത് എന്താ? ജാതി, മത, ലിംഗ, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ. 16 പറയുന്നു പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. 17 എന്താ പറയുന്നത്? തൊട്ടുകൂടായ്മ നിരോധനം നിർത്തലാക്കൽ. അനുച്ഛേദം 18 പറയുന്നത് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അത് ക്ലിയർ ആയല്ലോ. ഇനി അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1955 ആണെന്ന് പാഠപുസ്തകത്തിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955ലാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. ഇനി നമ്മൾ 2ാമത്തെ മൗലിക അവകാശത്തിലേക്ക് കയറുകയാണ്. എന്താ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് എത്ര വരെയാ? അനുച്ഛേദം 19 മുതൽ 22 വരെയാണ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. അപ്പൊ ആ 19ാമത്തതിൽ കുറച്ചധികം സ്വാതന്ത്ര്യങ്ങൾ, ഏകദേശം 6 സ്വാതന്ത്ര്യം 19ാമത്തെ ആർട്ടിക്കിളിൽ മാത്രം പറയുന്നുണ്ട്. ആ 6 സ്വാതന്ത്ര്യം നമുക്ക് നോക്കാം. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 1ാമത്തതിൽ പറയുന്നു, 1ാമത്തെ സ്വാതന്ത്ര്യം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ 19 തൊട്ട് 22 വരെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 19ാമത്തതിൽ 6 അവകാശങ്ങൾ, 6 സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. ആ 6 സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാ? 1ാമത്തത് 19ൽ 1ാമത്തത് സ്വാതന്ത്ര്യത്തിനും സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. 2ാമത്തതിൽ പറയുന്നത് 2ാമത്തെ സ്വാതന്ത്ര്യം എന്താ? ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. 3ാമത്തെ സ്വാതന്ത്ര്യം എന്താ? സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. 4ാമത്തെ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 5ാമത്തത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. 6ാമത്തത് ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6 സ്വാതന്ത്ര്യങ്ങൾ
19ാമത്തെ ആർട്ടിക്കിൾ നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. അപ്പോൾ 19 ഒന്നെന്താ? സംസാരത്തിനും ആശയപ്രകടനത്തിനും. രണ്ടെന്താ? സമാധാനപരമായി സമ്മേളിക്കാൻ. മൂന്നാമത്തത് എന്താ? സംഘടനകൾ രൂപീകരിക്കാൻ. നാലാമത്തത് എന്താ? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ. അഞ്ചാമത്തത് എന്താ? ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ. അതുപോലെ ആറാമത്തത് എന്താ? ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഓക്കെയാണ് 19. ഇനി നമ്മൾ 20ലേക്ക് പോവാണ്. 20ാമത്തതിൽ പറയുന്നു, ആർട്ടിക്കിൾ 20 അല്ലെങ്കിൽ അനുച്ഛേദം 20 പറയുന്നത് എന്താ? കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. കുറ്റകൃത്യം ചെയ്തവർക്കും എന്താണ്? സംരക്ഷണം ആവശ്യമുണ്ടാവും. അപ്പൊ കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുള്ള സംരക്ഷണമാണ് അനുച്ഛേദം 20 പറയുന്നത്. 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അനുച്ഛേദം 21 വളരെ പ്രധാനപ്പെട്ടതാണ്. അനുച്ഛേദം 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. ഇനി അനുച്ഛേദം 21A എന്ന് പറയുന്ന സാധനമുണ്ട്. അതിൽ പറയുന്നത് എന്താ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമുള്ള അവകാശം ആർട്ടിക്കിൾ 21A ആണ്. 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 21A പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും, എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള അവകാശമാണ്. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കോടതിയെ സമീപിക്കാം, കോടതി ഇടപെടും. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്, അതൊരു മൗലിക അവകാശമാണ്. ഇനി അടുത്ത ആർട്ടിക്കിൾ 22 എന്താ പറയുന്നത്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സ്വാതന്ത്ര്യത്തിനുള്ള നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇനി ഇവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞു, ആർട്ടിക്കിൾ 21 പ്രത്യേകത അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പറ്റാത്ത മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. എന്താ 21? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണം. ഓക്കെ. അപ്പം ഇത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്ത്, ഈ അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കുള്ള അവകാശങ്ങളൊക്കെ ഇല്ലാതാക്കപ്പെടും, മൗലികാവകാശങ്ങളൊക്കെ ഇല്ലാതാക്കപ്പെടും. അപ്പൊ മൗലികാവകാശങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കപ്പെടുമ്പോഴും നമുക്ക് ഉറപ്പുവരുത്തേണ്ട ഒരു അവകാശം എന്ന് പറയുന്നത് 21ാമത്തെ ആർട്ടിക്കിൾ 21 എന്താ? ജീവനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശം. അത് മാത്രമേ നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് കിട്ടുള്ളൂ, ബാക്കി എല്ലാം പോകും. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യമുള്ള അവകാശം. അടുത്ത നമ്മുടെ 3ാമത്തെ മൗലിക അവകാശം എന്താ? ചൂഷണത്തിനെതിരായ അവകാശമാണ് 3ാമത്തെ മൗലിക അവകാശം. അത് ഇന്ത്യൻ ഭരണഘടനയിൽ 23 മുതൽ 23ഉം 24ഉമാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 23 എന്താ പറയുന്നത്? 23 പറയുന്നത് നിർബന്ധിത തൊഴില്, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിക്കുന്നു. ഇതേതാ? ആർട്ടിക്കിൾ 23 ആണ്. 23 മനുഷ്യ കച്ചവടം, നിർബന്ധിത തൊഴില് ഇത് നിർത്തലാക്കുന്നു, നിരോധിക്കുന്നു. 24 പറയുന്നത് വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇത് ആർട്ടിക്കിൾ 24. അപ്പൊ കുട്ടികൾ അല്ലെ ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ 23 എന്താ? നിർബന്ധിത തൊഴിലും മനുഷ്യ കച്ചവടവും. അതേപോലെ തന്നെ 24 എന്താ? ബാലവേല നിരോധനമാണ് 24 പരാമർശിക്കുന്നത്. അപ്പൊ ഇതാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള മൗലികാവകാശങ്ങൾ വരുന്നത്. ഇനി അടുത്ത ഏതാ മൗലികാവകാശം? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ് അടുത്ത 4ാമത്തെ അവകാശം എന്ന് പറയുന്നത്. അപ്പൊ അത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് ഈ 4ാമത്തെ മൗലികാവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പൊ അതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അനുച്ഛേദം 25 സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ഇതാണ് 25ാമത്തത്. 26 പറയുന്നത് മതവിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാം? മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനും പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഇനി 27 പറയുന്നു ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഏത്? ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത്. അപ്പൊ ചുമ്മാ ഒരു ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതി നമ്മൾ കൊടുക്കണം, നിർബന്ധമായി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണ്ടാന്ന് പറയാം. അത് നമുക്ക് നിഷേധിക്കാൻ, അത് നമ്മൾ ആ നിർബന്ധിക്കുന്നതിനെതിരായിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അടുത്ത 28 മതബോധനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള അവകാശം. എല്ലാ അവകാശമുണ്ട്. മതം വിശ്വസിക്കാനും മതബോധനത്തിൽ മാറി നിൽക്കാനും ഒക്കെയുള്ള അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അനുച്ഛേദം 25 മത സ്വാതന്ത്ര്യമാണ്. സ്വതന്ത്രമായ ഏത് മതത്തിലും വിശ്വസിക്കാം, ആചരിക്കാം, അതിനുള്ള അവകാശമാണ്, പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ്. 26 പറയുന്നത് മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനും അവകാശമുണ്ട്. 27 പറയുന്നത് ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യം പറയുന്നു. 28 പറയുന്നത് മതബോധനത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള അവകാശം. ഇത്രയുമാണ് മതസ്വാതന്ത്ര്യമുള്ള അവകാശം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ മൗലികാവകാശം എന്താ? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ്. അത് ആർട്ടിക്കിൾ 29ലും 30ലുമാണ് പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 29 പറയുന്നത് എന്താ? ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം അതൊരു മൗലികാവകാശമാണ്.
ഓക്കെ, അടുത്തത് 30 എന്താ പറയുന്നത്? മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. അതാണ് ആർട്ടിക്കിൾ 30 മൗലികാവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൗലികാവകാശങ്ങളിൽ 5-ാമത്തതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. അതിൽ 29 പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം. 30 പറയുന്നു മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ഓക്കെയാണ്. ഇനി നമ്മുടെ 6-ാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം അല്ലെ, നമുക്ക് നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അവകാശങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവകാശമാണ്. അതിന് ഭരണഘടനാപരമായിട്ട് പ്രതിവിധിക്കുള്ള അവകാശമാണ് 6-ാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് അല്ലെ. യെസ്, ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാൻ അവകാശം നൽകുന്നത് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. അത് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 32 മുതൽ 35 വരെയാണ്. ഓക്കെ, 32 to 35 വരെയാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആരെ സമീപിക്കാൻ കഴിയൂ? ഒന്നുകിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി. ഈ 2 കോടതിയാണ് നമുക്ക് സമീപിക്കാൻ കഴിയുക. ഓക്കെ, ഇതിന്റെ അടുത്ത മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ. അപ്പൊ നമ്മുടെ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്നത് എന്താ? റിട്ടാണ് പുറപ്പെടുവിക്കുന്നത്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായുള്ള പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇത് ആരാ പറഞ്ഞത്? ഈ നമ്മുടെ മൗലികാവകാശങ്ങളിലെ 6-ാമത്തെ ഭരണഘടന മൗലികാവകാശത്തെ കുറിച്ച് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി കൂടിയാണ് അല്ലെ. നമ്മൾ ഇന്ത്യൻ ഭരണഘടന ശില്പി എന്ന് വിളിക്കുന്ന ആരെ? അംബേദ്കറിനെയാണ്. ഇനി മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് കോടതികൾ എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കും? 5 തരത്തിലുള്ള റിട്ടുകളാണ് പുറപ്പെടുവിക്കുന്നത്. ഏതൊക്കെയാ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറണ്ടോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നിങ്ങനെ 5 റിട്ടുകളാണ് നമ്മുടെ കോടതി പുറപ്പെടുവിക്കുന്നത്. സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി. ഓക്കെയാണ്. കഴിഞ്ഞു, മൗലികാവകാശം കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ, സ്റ്റേറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പോവുകയാണ്. ജനക്ഷേമത്തിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ്? 4-ാമത്തെ ഭാഗത്താണ്. നമ്മൾ പറഞ്ഞു ഭരണഘടനയിലെ 3-ാം ഭാഗത്ത് എന്താ? മൗലികാവകാശങ്ങളാണ്. 4-ാം ഭാഗത്ത് എന്താ? നിർദ്ദേശക തത്വങ്ങളാണ്. എന്താ സംഭവം? ജനക്ഷേമത്തിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഭരണഘടനയിലുണ്ട്. അതാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അത് ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾ 12 തൊട്ട് 35 വരെയാണ്. ഞാൻ ആദ്യം 36 എന്ന് പറഞ്ഞു പോയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. 35 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ. 36 മുതൽ 51 വരെയാണ്. ഇനി നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താ? ക്ഷേമരാഷ്ട്ര രൂപീകരണമാണ് നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ മൗലിക അവകാശങ്ങൾ നമുക്ക് ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാന്ന് പറഞ്ഞു. പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ ഇതൊന്നും നമുക്ക് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഓക്കെ, യെസ്. ഇനി അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്, നിർദ്ദേശ തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നിർദ്ദേശ തത്വങ്ങൾ ചില പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക്, ചില പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളിലേക്ക് പോകാം. ഒന്ന്, അനുച്ഛേദം 39A പറയുന്നു സൗജന്യ നിയമസഹായം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയില് നിർദ്ദേശക തത്വങ്ങളിൽ 39A പറയുന്നത് എന്താ? സൗജന്യ നിയമസഹായം. അനുച്ഛേദം 39D പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. ഇത് എവിടെയാ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളിൽ 39D പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇനി അനുച്ഛേദം 46 പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 46 അത് എന്തിനകത്ത് വരുന്നതാ? നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. ഇനി നിർദ്ദേശക തത്വങ്ങൾ 51 പറയുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. ഇതിനെ കുറിച്ച് പറയുന്നത് എവിടെയാ? 51 പറയുന്നത്. അപ്പൊ നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ് ഈ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. അത് എവിടെയാ പറയുന്നത്? അനുച്ഛേദം 51 പറയുന്നത്. ഇനി അടുത്തത് ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന ഭാഗം, അത് നിർദ്ദേശക തത്വങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ നിർദ്ദേശക തത്വങ്ങളിൽ
മൂന്ന് തരത്തിലുള്ള ആശയങ്ങളുണ്ട്. അതായത് 3 ആശയങ്ങൾ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് ആശയം, അങ്ങനെ പല ആശയങ്ങളുണ്ട്. അപ്പൊ അതില് ഗാന്ധിജിയുടെ ആശയങ്ങളും എന്ത് വരുന്നുണ്ട്, ഈ നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ ചോദിക്കുകയാണ്, ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാഗം 4 അതെന്താണ്, നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ ഗാന്ധിജിയുടെ ഭാഗങ്ങൾ, ഗാന്ധിജി പറഞ്ഞ ആശയങ്ങൾ ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 ഉള്ളൂ. ഒന്ന് അനുച്ഛേദം 40, 43, 47, 48. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായി തന്നെ നോക്കാം അല്ലെ. അപ്പൊ അനുച്ഛേദം 40 അത് ഗാന്ധിജിയുടെ ഒരു ആശയമാണ്. എന്താ പറയുന്നത്, ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ. അനുച്ഛേദം 43 കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ. അനുച്ഛേദം 47 ലഹരി വസ്തുക്കളുടെ നിരോധനം. 48 ഗോവധ നിരോധനം. ഈ 4 പോയിന്റുകൾ നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിലുണ്ട്. ഇത് ആരുടെ ആശയമാണ്, ഗാന്ധിജിയുടെ ആശയമാണ്. അപ്പൊ ചോദിക്കുകയാണ്, നിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിയൻ ആശയങ്ങളായിട്ടുള്ള ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 40, 43, 47, 48. അപ്പൊ അത് ഓരോന്ന് എന്താണെന്ന് പഠിക്കുക. 48 ഗോവധ നിരോധനം, 47 ലഹരി വസ്തുക്കൾ നിരോധനം, 43 കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, 40ാമത്തത് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ. ക്ലിയർ ആണല്ലോ കാര്യം? യെസ്. ഇനി നമ്മൾ പോകുന്നത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ മൗലിക അവകാശം പറഞ്ഞു, 4ാം ഭാഗത്തിലാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മൗലിക നിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ ഭാഗത്ത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A അനുച്ഛേദം 51A. ഭാഗം 4 എന്തായിരുന്നു, നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4A അതെന്താണ്, മൗലിക കർത്തവ്യങ്ങളാണ്. ആർട്ടിക്കിൾ 51A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇനി മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് ചേർത്തത് 1976 42ാം ഭേദഗതിയിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു അല്ലെ, ആമുഖത്തിൽ മാറ്റം വരുത്തിയില്ലേ, അതേ വർഷം അതേ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മൗലിക കർത്തവ്യങ്ങൾ എന്ന പുതിയൊരു സാധനം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. ക്ലിയർ ആണ്? ഇനി ആദ്യകാലങ്ങളിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ 1976 42ാം ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോ 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. അതെങ്ങനെ ഒരെണ്ണം വരുന്നത്, 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മൾ 11ാമത്തെ മൗലിക കർത്തവ്യം കൂട്ടിച്ചേർത്തത്. ഇനി ഈ സോവിയറ്റ് യൂണിയന്റെ കൂടി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ കടം കൊണ്ടത്, ആ ആശയം കടം കൊണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയനാണ്. മൗലിക അവകാശം അമേരിക്ക, മൗലിക കർത്തവ്യം സോവിയറ്റ് യൂണിയൻ, അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ. യെസ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എല്ലാമായി. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക, നല്ല ഉഷാറോട് പഠിക്കുക. ഗാന്ധിജിയും അതുപോലെ തന്നെ നമ്മുടെ രാജാറാം മോഹൻ റോയും പഠിക്കാത്തവർ അതും പഠിക്കുക, ഇതും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനിയും 3 ദിവസം കൂടെ പഠിക്കാനുണ്ട്. ആ 5 ദിവസത്തെ പഠിച്ചിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്.